സർക്കിട്ട് എന്ന സിനിമ കണ്ടവരാരും ആ സിനിമയിലെ ജപ്പുവിനെ അവതരിപ്പിച്ചിട്ടുള്ള ഓർഹാൻ എന്ന നടനെ മറന്നു കാണില്ല. ഓർഹാൻ നമ്മുടെ കൂടെ ചേരുകയാണ്. കൂടെ ഓർഹാന്റെ ചേട്ടനായിട്ടുള്ള ഇഷാനും. രണ്ടുപേർക്കും ഒരു ഇൻസ്റ്റാഗ്രാം ചാനലും ഉണ്ട്, കിഡീസ് സ്കൂപ്പ് എന്നാണ് പേര്. അപ്പൊ രണ്ടുപേരും മൂവി വേൾഡ് മീഡിയയിലേക്ക് ഇപ്പൊ ചേരുന്ന ഒരു ഇന്റർവ്യൂവിന് വേണ്ടി. നമസ്കാരം. എവിടെയാ നിങ്ങൾ രണ്ടുപേരുടെ സ്ഥലം? വീട് എവിടെയാ രണ്ടുപേരുടെയും? തിരുവല്ല, പത്തനംതിട്ട ജില്ല. ഈ സിനിമയുടെ അകത്തേ ജപ്പ് കൊറേ മറ്റേ ഈ മേശപ്പുറത്തിന്റെ മേലെ നിന്നും പിന്നെ സെറ്റിയുടെ മേലെ നിന്നൊക്കെ എടുത്ത് ചാടുന്നുണ്ടല്ലോ. ഇതൊക്കെ വീട്ടിലും ചെയ്യുന്നതാണോ? വീട്ടിലും ചെയ്യുന്നത്. എപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കട്ടില് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കും. ചുമ്മാ ഇഷ്ടമല്ല. അപ്പോഴേ ഈ സിനിമയുടെ അകത്തേ ഈ പയ്യൻ എപ്പോഴും ഭയങ്കര വാശിക്കാരനാണല്ലോ, എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ. അപ്പൊ ഇത് എങ്ങനെ അഭിനയിക്കണം എന്നാ തമര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്? അവിടെ ADHD-ായിട്ട് അഭിനയിക്കണമെന്നാ പറഞ്ഞേ. അവർക്ക് സ്പോട്ടി വെച്ചാണ് ഇവന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങള് പിന്നെ കൊറേ ഗൂഗിളിലൊക്കെ നോക്കി എന്നിട്ട് ADHD എന്തോന്ന് പഠിച്ചു. 3 എന്തോ തരങ്ങളൊക്കെ ഉണ്ട് അതിന്. എന്താണ് ADHD ശരിക്കും? അതൊരു അസുഖം, ഹൈപ്പർ ആക്റ്റീവ്. എന്ന് പറഞ്ഞാ സൗണ്ട് കേൾക്കുന്ന ഒത്തിരി ഇഷ്ടമല്ല, പിന്നെ എപ്പോഴും ഓടിച്ചടി നടക്കും. പിന്നെന്തായിരുന്നു, അത്രയൊക്കെ ഉള്ളൂ. ആരാ ഗൂഗിള് നോക്കിയത്? ഇങ്ങനെയാണ് 4 പേരും കൂടെ നോക്കുന്നത്. ഉപ്പയും ഉമ്മയും നിങ്ങൾ രണ്ടുപേരും എല്ലാവരും ഇരുന്ന് പഠിച്ചാലല്ലേ പഠിക്കാൻ പറ്റും. നല്ലൊരു കാര്യം. ഈ പടത്തിലേ കൊറേ നേരം നീ ആസിഫ്കയുടെ കൈ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ. അതിനൊരു കാര്യമുണ്ട്, നമ്മൾ പറയണ്ട, സ്പോയിലറാ. അപ്പൊ ഈ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഏത് പോയിന്റെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയായിരുന്നോ? കൈ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോ ബാത്റൂമിലൊക്കെ പോണെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. ആസിക്ക ബാത്റൂമിലൊക്കെ പോണ ഇവനിങ്ങനെ മറ്റേ ഫുൾ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയി അത് കൈ ശീലമായി. ഈ ആസിഫ്കയുടെ കൂടെ അഭിനയിക്കുമ്പോഴേ പുള്ളി ഭയങ്കര ഫുഡി ആണല്ലോ, ഭയങ്കര ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള സാധന. പുള്ളി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നോ? അത് വാങ്ങിച്ചൊക്കെ തന്നു, പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല. കൊറേ നാളായില്ല. ഒരു ഷൂട്ടൊക്കെ ഓർമ്മയില്ല ഒന്നും. എന്താ ആസിഫ്കയുടെ ഫസ്റ്റ് ഷൂട്ടിന്റെ ദിവസം കണ്ടപ്പോ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഷൂട്ടിന് ദിവസം കണ്ടപ്പോ അത് ഞങ്ങള് ഫസ്റ്റ് ദിവസം ഷൂട്ടിംഗ് അല്ലായിരുന്നു, ഞങ്ങള് കാണാൻ പോയായിരുന്നു. ആസിഫ്ക കൊച്ചി വെച്ച് കാണാൻ പോയിരുന്നു. അന്ന് തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാ ആള്. ഞങ്ങൾ അവിടെ നിന്ന് പേര് തെറ്റി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് അപ്പൊ എന്നെ പേരൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ കോമ്പിനേഷൻ ആണോ നോക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തപ്പോ അറിയാമെന്നൊക്കെ പറഞ്ഞു, കണ്ടിട്ടൊക്കെ ഉണ്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. ജാടയുണ്ടോ പുള്ളിക്ക്? ഇല്ല, ഒട്ടും ജാടയില്ല. സിമ്പിളാ, ഒട്ടും ജാടയില്ല. ഈ പടത്തിൽ അഭിനയിച്ചിട്ടേ ഇപ്പൊ ആളുകളൊക്കെ ഇപ്പൊ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ ആളുകളൊക്കെ നേരിട്ടൊക്കെ വന്ന് കണ്ടിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത്? സിനിമ കൊള്ളായിരുന്നു, എല്ലാരും കൊറേ പേര് വിളിച്ചു. കൊറേ പേര് എന്റെ ഫാമിലിയിലെ ആൾക്കാരും എല്ലാരും വിളിച്ചു, കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടല്ലേ ഒരു വലിയ സിനിമ ചെയ്തത്. ഞങ്ങള് സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവൻ ഞങ്ങൾ രണ്ടും എല്ലാ സിനിമ ചെയ്യുന്നത്. ശിവൻ ആദ്യമായിട്ടാ ഫുൾ ത്രൂ ഔട്ടും ചെയ്യുന്നത്. ഈ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം മുട്ട എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടല്ലോ. എത്ര മുട്ട എറിഞ്ഞു പൊട്ടിച്ചു? ഒരു 28-30 അത്ര വട്ട പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഇക്കച്ചി വാശിയായിരുന്നു, ഇക്കച്ചിക്ക് അങ്ങനെ പൊട്ടിക്കണമെന്ന് പറഞ്ഞു. ഇക്കച്ചിന്നാണോ വിളിക്കുന്നത്? എന്താ ഇക്കച്ചിക്ക്? ഇക്കച്ചി എന്ന് പറഞ്ഞാ ചേട്ടൻ അർത്ഥം. ഞങ്ങളുടെ വീട് കോട്ടയം ആ ഭാഗത്ത്, അങ്ങനെ അവിടെ വിളിക്കുന്നു. ഇക്കച്ചി, ഇക്ക, അങ്ങനെ. മുട്ട എറിഞ്ഞു പൊട്ടിക്കുന്ന കൊതി തോന്നിയോ? അന്ന് സൂപ്പർ മാർക്കറ്റ് വെച്ച് ഞാനും പൊട്ടിക്കാൻ പോയി, പക്ഷെ ഇവര് സമ്മതിച്ചില്ല. ഈ എത്ര ടേക്ക് പോയാടെ മുട്ട എറിയുന്നത്? അത് 2 ടേക്ക്. ഈ സിനിമയിലെ അഭിനയിച്ചാല് ഏറ്റവും ഓർഹാന്റെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സീൻ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാ ഏറ്റവും അവസാനത്തെ സീനില്ലേ, എന്റെ സീൻ. ടെറസിന്റെ മേലെ കയറി നിൽക്കുന്ന അതേറ്റവും ഇഷ്ടപ്പെടുന്നതല്ലേ, ഏറ്റവും കരയുന്നതല്ലേ? അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അത് സിനിമ കഴിഞ്ഞ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇവന്റെ പെർഫോമൻസ് കണ്ടിട്ട്. എടാ, ഇതിലെ ഏറ്റവും അധികം ഒരു ടഫായിട്ടുണ്ടായിരുന്ന ഒരു സീൻ എന്തായിരുന്നു? പറഞ്ഞ സീനാ. അവിടുത്തെ ഡയലോഗ് ഇല്ലേ, ഭയങ്കര ടഫായിരുന്നു. അവര് പിന്നെ ഇഷ്ടമുള്ള പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു. ടെറസിന്റെ മേളിലത്തെ എന്താ പറഞ്ഞു നീ ശരിക്കും?
ആദ്യം അവര് മലബാർ ഭാഷ പറയാനാ പറഞ്ഞേ. ആ. ഇവൻ ആ സാധനം വരിക, നമ്മള് മലബാർ അല്ലല്ലോ. അപ്പൊ ഇവന്റെ അടുത്ത് ഇവന് ഇഷ്ടമുള്ള അങ്ങ് പറയാൻ പറഞ്ഞു. അപ്പൊ ശരി. എന്താ പറഞ്ഞു? നീ ഓർമ്മയുണ്ടെന്തെങ്കിലും? അങ്കിള് പറഞ്ഞല്ലോ ഞാനൊക്കെ പണ്ട് അവിടുത്തെ നക്ഷത്രങ്ങളായിരുന്നു. അച്ഛനമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അതോ ഞാൻ അറിയാതെ വന്നതാണോ? ഈ സ്കൂളിലൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു അവസ്ഥ? ഇപ്പൊ ഈ ഷൂട്ട് ഞങ്ങൾ സ്കൂളിൽ പോയില്ല, വെക്കേഷൻ അല്ലേ. സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി. ഞങ്ങൾ സ്കൂളിൽ വലിയ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകും. അപ്പൊ മിസ്മാര് വന്നിട്ട് പറയും ഞാൻ വലിയൊരു പോസ്റ്റർ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വലിയൊരു പോസ്റ്റർ വെച്ചോളാം. ഇപ്പൊ ഇതിനകത്ത് ദിവ്യ പ്രഭയുണ്ട്, ദീപക് പ്രഭുണ്ട്. ദിവ്യ ചേച്ചിയാണോ ദീപക് ഏട്ടനാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും നല്ല പാവാ. രണ്ടുപേരും എപ്പോഴും കളിക്കാൻ അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടുപേരും ഒരേയാ. ഈ ദീപക് ഏട്ടനും അതുപോലെ തന്നെ ദിവ്യൊക്കെ നിങ്ങളുടെ ദേഷ്യപ്പെടുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ആ സീനൊക്കെ എങ്ങനെയാണ് എടുത്തത്? ഏറ്റവും രസം ദീപക്കേട്ടൻ ഇവനിങ്ങനെ എടുത്ത് എറിയുന്ന സീനൊക്കെ ഇല്ലേ, ഇങ്ങനെ പിടിച്ചോള്, അതൊക്കെ കിട്ടില്ല രസമാണ്. ഞങ്ങളെ ഈ കഥകിന്റെ അവിടെ ഇങ്ങനെ പിടച്ചോണ്ട് വരുന്ന സമയത്ത് കഥകി ഇടിച്ചിട്ടുണ്ട്. ദിവ്യാന്റെ അത്ര അടിക്കുന്നില്ലല്ലോ, ഒറ്റ സീനിലും കണ്ടേ അടിക്കുന്നുള്ളൂ. ദീപക്കേട്ടൻ എല്ലാ സീനിലും എടുത്ത് എറിയുന്നുണ്ട്. എടാ നിന്നെ കൊറേ വട്ടം ഈ ദീപക്കേട്ടൻ എടുത്ത് എറിയുന്നുണ്ടല്ലോ, എത്ര വട്ടം എടുത്തെറിഞ്ഞിട്ടുണ്ടാവും? ഒരു 8 വട്ടം. 8 അത്രയൊക്കെ. ഒരു സ്റ്റേക്കിനാ 8 വട്ടം എറിയണേ. കൊറേ വട്ടം ഉണ്ട്, നമ്മൾ എണ്ണുന്നില്ലല്ലോ, ഷൂട്ടല്ലേ. 2-3 ടേക്കേ പോകത്തുള്ളൂ, മാക്സിമം പോകത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ആ ബീച്ചില്ലേ, അവിടെ ഏറ്റവും കൂടുതൽ ടേക്ക് പോയത്. ബാക്കി അടുത്ത് 2-3 ടേക്കിനുള്ളിൽ തീർക്കും എല്ലാവരും. എന്തേ ബീച്ചിൽ ഇത്ര ടേക്ക് പോകാൻ കാര്യം? അത് ബീച്ച് ഇങ്ങനെ തിരമാല അടിയുമ്പോ ക്യാമറ ക്യാമറ പോത്തില്ലേ, അപ്പൊ അങ്ങനെ അവര് കൺട്രോൾ ചെയ്ത് വരുമ്പോ പിന്നെ ഭയങ്കര സൗണ്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മറ്റേ കടലിലിറങ്ങിയിട്ട്? ഒട്ടും വെള്ളത്തില്ല. ഇവൻ ആദ്യമൊക്കെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കടലിൽ ഇറങ്ങണമെന്ന്. ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ ഞങ്ങളുടെ സിനിമ ഉണ്ടോ, ഞങ്ങളെ ഇങ്ങനെ കിടക്കത്തില്ലേ അവിടെ, ഞാൻ നോസിക്കായി. അപ്പൊ എന്നെ ശ്രദ്ധിച്ചാ അറിയാം ഇങ്ങനെ കിടക്കുന്നത്. അതല്ല, ഈ നമ്മുടെ ബീച്ചിലെടുത്തില്ലേ, അന്ന് ആദ്യത്തെ ദിവസം സ്മോക്കർ ഒക്കെ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം ഒന്നും ഇല്ലായിരുന്നു. ഈ പുതപ്പുണ്ടായിരുന്നു, അതിങ്ങനെ മൂടി ആസിക്കായി സച്ചും കൂടി ഇങ്ങനെ. ഈ ആസിക്ക സെറ്റിന് മറ്റേ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു, അത് ശരിക്കും എന്താ സംഭവം? അത് ആ ഫ്ലാറ്റിന് വെളിയും തണുത്ത് അവിടെ 7 ഡിഗ്രി കണ്ട തണുപ്പ്. നമ്മള് 7 ഡിഗ്രിയിൽ നമ്മള് സാധാരണ മറ്റേ കോട്ട് ഒക്കെ, ഇത് നോർമൽ ടീഷർട്ടും നോർമൽ പാന്റും, ഇത്രോളം നിക്കറും ഭയങ്കര പാടല്ലേ. അപ്പൊ ആസിക്ക് ഇങ്ങനെ കിടക്കുന്നേ അത്ര തണുപ്പില്ലേ. ബാക്കി എല്ലാവരുടെയും സൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്, ഇവനും ഉണ്ടായിരുന്നു. നീ